ഫഖീറുമാകാം മുതലാളിയുമാകാം. മുതലാളിക്ക് എപ്പോഴും മാനസിക വേദന ഉണ്ടാവും, ഫഖീറിന് മാനസിക വേദന ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോൾ മുതലാളിയുടെ സാന്നിധ്യത്തിലാണെങ്കിൽ മുതലാളി കരീമാണെന്ന് ഫഖീറിന് അറിയുകയും ചെയ്യും. മുതലാളിക്ക് ബേജാറുണ്ടാവുക. മുതലാളി ആകാത്ത മുതലാളിക്ക് വലിയ മുതലാളിയല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയും, അതല്ലെങ്കിൽ അങ്ങനെയും പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ, നിങ്ങളെൻ്റെ കൂടെ കയറിയിരിക്ക്, നല്ലോണം തല കൊടുക്ക്. ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ വിചാരിക്കണത് മനസ്സ് ഒതുങ്ങുക മുതലാളിയാവുമ്പോഴാണെന്നല്ലേ? അല്ല, മനസ്സൊതുങ്ങൽ ഫക്കീറാവുമ്പോഴാണ്. ഈ ഫക്കീർ ആരെ സ്വർഗത്തിലാവുക? മുതലാളിയോ കരീമോ ആവുക. കരീമാണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉ വറബ്ബുക്കൽ അക്രം, ഏറ്റവും വലിയ കരീമാണ്. ആണോ അല്ലേ? ഇഖ്റഉ വറബ്ബുക്കൽ അക്രം, ഏറ്റവും വലിയ കരീമാണ്. അതായത് എന്തും ചെലവഴിക്കാൻ ഒരു മടിയില്ല. ആര്? മുതലാളി. ഇനി മുതലാളിക്ക് പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? കട്ടുപോയാലോ, പൈസ കട്ടുപോയാലോ, കൊള്ളക്കാർ വന്നാലോ, ഇതൊക്കെ ആരെ പേടിയാ? മുതലാളി അല്ലാതെ മുതലാളി എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ഒരു പേടിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വലിയ മുതലാളിക്ക് പേടിയില്ല, പേടിയെന്ന് തന്നെ ഇല്ല. അവന് മനസ്സിലായില്ലേ? അവന് മുസ്തഹിലായ സിഫത്താണ് ഖൗഫ്. അവന് പേടി ഉണ്ടാവില്ല. ആർക്ക്? വലിയ മുതലാളിക്ക്. ആ വലിയ മുതലാളിയുടെ ഫഖീറിനോ തീരെ പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഒന്ന് മുതലാളിയുടെ കൂടെ എൻ്റെ വലിപ്പത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ മുതലാളി എന്നെ ഏറ്റെടുത്തു. എൻ്റെ കയ്യിൽ കള്ളന്മാരെ പേടിക്കും വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട്. ആരും നടത്തും. മനസ്സിലായില്ല? ദുനിയാവിൽ ജീവിക്കാൻ ഏറ്റവും നല്ലത് ഫഖീറാകല. ഏത് ഫഖീർ? റബ്ബിൻ്റെ ഫഖീർ. ഈ ഫഖീറാണ് ആര്? അമ്പിയാക്കളൊക്കെ ഒരു ഫഖറാക്കള. അൽ ഫഖീർ. ഫഖീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫഖീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫഖീർ എന്നാൽ മിസ്കീനല്ല. ഫഖീർ എന്നാൽ എന്താ? ദുനിയാവിന്റെ മുന്നിൽ അവർ മിസ്കീനാണെങ്കിലും അള്ളാഹിന്റെ മുന്നിൽ ഫഖീറാണ്. ഫഖീർ എന്നാൽ എന്താ? ആവശ്യക്കാരൻ. ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അപ്പൊ ഇയാളുടെ കയ്യിലൊന്നും ഇല്ല. അയാളെ തൊട്ട ആരുണ്ട്? അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇതിനേക്കാൾ അടുത്തുണ്ടാര്? ഖാഫ് അധ്യായത്തിന്റെ 16-ാമത്തെ ആയത്ത്. അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. പിന്നെ എന്തിനു പഠിക്കണം? മനസ്സിലായില്ലേ? അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ട നാടിയേക്കാൾ അടുത്ത്. നാം അഖ്റബു ഇലൈഹി, അവനിലേക്ക് ഏറ്റവും അടുത്തിട്ടുണ്ട്. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ട നാടിയേക്കാൾ അടുത്താരുണ്ട്? പറ കുട്ടി. ഇയാൾ ഫഖീറ. സഹായിക്കേണ്ട ആൾ ദുബായിലാ, സഹായിക്കേണ്ട ആൾ ലണ്ടനിലാണ്. ഇഖാമ എക്സ്പയർ ആണതിന്റെ തലേന്ന് നോക്കുമ്പോ ഇഖാമ നാളെ എക്സ്പയർ ആവും. കഫീലിനെ വിളിച്ചപ്പോ കഫീൽ ലണ്ടനില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല, പോലീസ് പിടിക്കും. നാളെ ആണെങ്കിലോ മറ്റന്നാൾ പെരുന്നാൾ. ഏറ്റവും ചുരുങ്ങിയത് ജുമയക്കുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് പെരുന്നാളിന്റെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകണ്ടേ, ഖുത്ബക്കുണ്ട്. കഫീലോ? പറ കുട്ടി. കഫീൽ ലണ്ടനില്ല. കഫീലിനെ വിളിച്ചു. അപ്പൊ കഫീൽ പറഞ്ഞു, ഞാൻ സ്ഥലത്തില്ലല്ലോ, ഇത് പേടിക്കണ്ട, ഞാൻ മറ്റന്നാൾ വന്നാൽ ശരിയാക്കി തരാം. ഈ മറ്റന്നാൾ വരെ ഇയാൾ മഹബൂസാണ്. എന്തുകൊണ്ട്? അയാളുടെ അയാളുടെ അടുത്ത് ആരില്ല? കഫീലില്ല. ഇത് കഫീലോ? അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഖുർആൻ സത്യാണോ കളവാണോ? ആദ്യം പറയാം. അതാദ്യം തീരുമാനിക്കും. ഖുർആൻ സത്യമാണോ അസത്യമാണോ? അല്ല, അസത്യമാണെങ്കിൽ പിന്നെ വെറുതെ ഇവിടെ ഇരുന്നാൽ നേരം കളയണ്ട. ഖുർആൻ സത്യാണോ അസത്യാണോ? പറ കുട്ടി, പറ. ഇജ്ജ് എന്തിനാണ് വന്നത്? നിങ്ങളിൽ പല ആളുകളും ഇവിടെ വന്നത് കുഴങ്ങിയിട്ടാണ്. എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രാവിലെ വരില്ല. എനിക്കറിയാം, കുഴങ്ങിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിന് വരികയാണ്, നാടാകെ കടാണ്, നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന്. എനിക്ക് പിന്നെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോകാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
നീ മുതലാളിയെ കണ്ടില്ല. മുതലാളി എവിടെയുണ്ട്? പറയാം, മുതലാളി എവിടെയുണ്ട്? മുതലാളി എവിടെയുണ്ട്? ഇതിനേക്കാൾ അടുത്തുണ്ട്. ഇല്ലെങ്കിൽ ഖുർആൻ കളവാന്ന് പറയണം. അപ്പൊ ഈ കാഫിറാവും. ഞാൻ അവന്റെ എത്ര അടുത്തുണ്ട് പറ കുട്ടി. അടുത്തല്ല, ഇതുമല്ല, അപ്പൊ പുറത്താണ്. അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അവന്റെ ഇതിനേക്കാൾ അടുത്ത് ഞാനുണ്ട്. ഇവന്റെ തിരുവനന്തപുരത്ത് വരാൻ കാരണം നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള ആളെ നീ കണ്ടില്ല, നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള ആളെ ഞാനും കണ്ടില്ല. ഈ ഇരുകാലിയായ അരക്കാശിന് പറ്റാത്ത ആചാര്യോട് ഈ പറയാണ്, എന്ത് എങ്ങനെയെങ്കിലും നമ്മളെ കടന്ന് തീർത്തേരി. ഇയാളായിക്കോട്ടെ നമുക്ക് നോക്കാന്ന് പറയും. അങ്ങനെ ഇയാൾ ആയിരക്കണക്കായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 1 ഉറുപ്പ്യേന്റെ കട ഇയാളോട് വീട്ടിയിട്ടില്ല. ഇയാൾ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മറ്റേയാളോ ഇന്നക്കലാ തുഖലിഫുൽ മിആദ്, 5 ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ജി പറയും ഇന്നക്കലാ തുഖലിഫുൽ മിആദ്. ജി വാക്ക് പറഞ്ഞാൽ പിന്നെ ലംഘിക്കൂല. എൻ്റെ വാക്ക് പറഞ്ഞ് എൻ്റെ ഇതിനേക്കാൾ അടുത്ത് ഞാനുണ്ട്, എന്നിട്ട് ലംഘിക്കും. നിങ്ങൾ തീരുമാനിച്ചു പോയി മുസ്ലിം ആകണോ വേണ്ടേന്ന് തീരുമാനിച്ചു പോകണം. മനസ്സിലായില്ലേ പറഞ്ഞത്? നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് പറയേ ഞാനുണ്ട് നിനക്ക് അള്ള പറഞ്ഞു. 5 ബാങ്ക് കൊടുക്കുമ്പോൾ അവസാനം എന്താ പറയണത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്ത് പറയങ്ങായി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദറത റഫിയ വബഅതു മഖാം മഹ്മൂദ് അല്ലദി വഅതു വർസുഖ്ന ശഫാഅത യൗമൽ ഖിയാമ. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. നീ ഒരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. ആര്? നീ പഠിച്ചോൻ. അപ്പൊ 5 വഖത്ത് ഈ പറയുന്നുണ്ട് അള്ളാഹു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. എന്തേ അള്ളാഹു പറഞ്ഞത്? അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. പക്ഷെ അള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല. നാട്ടുകാരെ കണ്ടു. അവരൊക്കെ ഒരു കാര്യമല്ല കണ്ടിട്ട്, ഒരു കാര്യമല്ല കണ്ടിട്ട്. ഇനി ഒരാൾ കണ്ട് അയാൾ എന്ത് ചെയ്ത് അയാൾ നമ്മളെ കടം വീട്ടിൽ തന്നു എന്നൊക്കെ ആയിക്കോട്ടെ. പിന്നെ മുതലാളി ആയാലും എൻ്റെ കഥ പോക്കാണ്. പിന്നെ ഇയാൾ ഒരിക്കൽ കുടുങ്ങിയപ്പോൾ നാടാകെ പാപ്പറായി നടന്നപ്പോൾ എൻ്റെ കടം വീട്ടിൽ തന്നു ആ മുതലാളി. പിന്നെ ഈ വലിയ മുതലാളിയായി. അങ്ങനെ ഈ പള്ളിൻ്റെ ജനറൽ ബോഡിയിൽ ഇരിക്കുന്ന നേരത്ത് എന്നെ പള്ളി പ്രസിഡന്റ് ആക്കാണ് നാട്ടുകാർ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓനെ ആക്കണ്ട, ഓനൊക്കെ തെണ്ടിയല്ലേ. തെണ്ടിയല്ല, എന്നടാ ഞാൻ തെണ്ടിയായത് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ പറയാൻ കഴിയും. എന്തുകൊണ്ട്? ഡേറ്റ് ആയാലെന്ന് പറയും. അയാൾക്ക് സുന്ദരിയായ മകളുണ്ട്, നിനക്ക് നല്ലൊരു ആൺകുട്ടിയുണ്ട്, കെട്ടിക്കണം നിനക്ക് പൂതിയുണ്ട്. പക്ഷെ അയാളോട് ചോദിക്കാൻ പറ്റൂല. ദല്ലാലിനെ പറഞ്ഞാൽ ദല്ലാലി ചായ കൊടുക്കും, ദല്ലാലിക്ക് മറ്റേയാള് എന്നിട്ട് പറയും എന്ത് ഇജത്ത് പറഞ്ഞിട്ടില്ല, ഞാനോട്ട് കേട്ടിട്ടില്ല, ചായം കൂടി ചോദിക്കോ. തെണ്ടിയാളെ നിന്റെ മക്കളെ കൊടുക്കൂല. തെണ്ടിയോ അവനോട് ചോദിച്ചാളാ എന്നാ ഒന്ന് തെണ്ടിയത്. അപ്പൊ മനസ്സിലായില്ല. ഇയാളെ കയ്യിൽ നിന്നെങ്ങാനും പൈസ വാങ്ങിയോ ഈ ആയുസ് മുഴുവൻ കുടുങ്ങി. ഇവിടുത്തെ ആളെ കണ്ടില്ല. അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള ആളെ കണ്ടതേയില്ല. മറ്റേ ആൾ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഇറവനിടാൻ കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് വെള്ളിയാഴ്ച രാവിലെ നാവൂർ ഹനീഫാൻ്റെ പാട്ട് റേഡിയോ കൂടെ വരും. നല്ല മുസ്ലിം ഭക്തി ഗാനങ്ങൾ. നാവൂർ ഹനീഫാനെ കേട്ടിട്ടില്ലേ? പറയും എന്താ പാട്ട്. നാവൂർ ഹനീഫ മരിച്ചപ്പോൾ മയ്യത്തെടുക്കാൻ വേണ്ടി കരുണാനിധി, കലൈഞ്ചർ കരുണാനിധിയാണ് വന്നത്. അത്ര വലിയ ബന്ധം. ഇറവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അവനോട് ചോദിച്ചു വാങ്ങിക്കളി. അവൻ പിന്നെ പൊക്കിഷം പറയൂല. ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആര് പറയില്ല. മനസ്സിലായില്ല? അള്ള പറയില്ല. ഞാനവന് കൊടുത്തിട്ടല്ലേ